യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. ഒരു ബജറ്റ് ഡോക്യുമെന്റിന്റെ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, ബജറ്റ് രേഖകളുടെ ഒരു പവിത്രത. ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആക്കി ഈ ബജറ്റ് ഡോക്യുമെന്റിനെ അതിനെ തരം താഴ്ത്തി. ആദ്യം മുതൽ അവസാനം വരെ രാഷ്ട്രീയ വിമർശനമാണ്. പ്രതിപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് ഡോക്യുമെന്റ്? വേറെ എന്തെല്ലാം അവസരങ്ങളുണ്ട്, സഭയിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷേ ഈ ബജറ്റ് ഡോക്യുമെന്റ് രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയും അതിൻ്റെ മുഴുവൻ പവിത്രതയും അത് ഇല്ലാതാക്കി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അലോക്കേഷനാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഇപ്പോൾ നിലവിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ 55.24% ചെലവാക്കിയിട്ടുള്ളത്. അതായത് ഇനി ഏകദേശം ഈ സാമ്പത്തിക വർഷം തീരാൻ 1.5 മാസം ബാക്കി നിൽക്കെ 55% മാത്രമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ, അതിന്റെ ചെലവ്. അപ്പൊ ഈ പ്ലാൻ അലോക്കേഷൻ എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും ലൈഫ് മിഷന്റെ പ്രഖ്യാപനം നടത്തി. ലൈഫ് മിഷൻ കഴിഞ്ഞ വർഷം 717 കോടി രൂപ ഇതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് അതിന്റെ 3.76%. അപ്പൊ ടോട്ടൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ 55% മാത്രമാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത്. മാത്രമല്ല, UDF ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ചാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത്. അന്നത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശം ഇതിനകത്ത്. അതുപോലെ തന്നെ കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെ കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം കൊള്ളുകയാണ്. ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ്. യഥാർത്ഥത്തിൽ ഇത് കാർഷിക മേഖലയെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഇതാണ്. കാർഷിക മേഖല നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നെല്ല്, റബ്ബർ, നാളികേരം, അടയ്ക്ക, സ്പൈസസ് എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. 10 രൂപ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് കൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത്. യഥാർത്ഥത്തിൽ LDFന്റെ മാനിഫെസ്റ്റോയിൽ ഉള്ളത് 250 രൂപയാക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുമെന്നാണ്. ഇപ്പൊ 3 വർഷമായി. ഈ 3 വർഷം കൊണ്ട് 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 10 രൂപ ആണ് മനസ്സിലാക്കേണ്ടത്. 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ 170 രൂപ തന്നെ IAS ആയി കിടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം 8.5 ലക്ഷം പേര് ഈ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം 32,000 പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത്. കാരണം വെബ്സൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ 10 രൂപ വർദ്ധിപ്പിച്ച് അവരെ പരിഹസിക്കുകയാണ്, റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. പിന്നെ മാത്രമല്ല, നിരവധിയായിട്ടുള്ള പദ്ധതികൾ, സോഷ്യൽ മിഷൻ സ്കീമുകൾ. എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്? സോഷ്യൽ മിഷൻ സ്കീമുകളിൽ കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചത് 119 കോടിയാണ്. നടപ്പാക്കിയത് എത്രയാണ്? ഇന്നും പറഞ്ഞു ആശ്വാസകിരണം, സ്നേഹസ്പർശം, സ്നേഹസാന്ത്വനം തുടങ്ങിയ ആരോഗ്യ മേഖലകളിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസിന് കഴിഞ്ഞ വർഷം 119 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് വെറും 60 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ മാത്രം കണ്ടാൽ ഇതിന് യാതൊരു പ്രസക്തിയില്ലാന്ന് പറയും. അവിടെ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും അടക്കം കൈയടച്ചു. എന്തിനാണ് കൈയടിച്ചത്? കാരുണ്യ പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ്. കാരുണ്യ പദ്ധതിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാമോ? ഈ ഒരാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക 1128 കോടിയാണ്. 1128 കോടി.
കാരുണ്യ ബെനവലന്റ് പദ്ധതി 189 കോടിയാണ്. അതുകൊണ്ട് സ്വകാര്യ മാനേജ്മെന്റുകൾ, ആശുപത്രി മാനേജ്മെന്റുകളെല്ലാം തീരുമാനമെടുത്തു. എന്താണ്? കാസ്റ്റിന്റെ കാർഡ്, കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തത്. ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇവർ കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കയ്യടി വാങ്ങിക്കുന്നത്. ഇനി ഓരോ മേഖലയിലും കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി അടിവരയിടുകയാണ്. ഈ ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല. കാരണം കഴിഞ്ഞ വർഷം കൃഷി അനുവദിച്ചതിൻ്റെ 38% ഇതുവരെ എക്സ്പെൻഡിച്ചർ, ഗ്രാമവികസനം 54%, സഹകരണം 8.84%, ജലസേചനം 35%, വ്യവസായം 33%, സയന്റിഫിക് സർവീസ് 29%, സാമൂഹ്യ സേവനം 54%. ഇങ്ങനെ വളരെ കുറഞ്ഞ, ഈ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻഡിച്ചറാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള പരിതാപകരമായ ധനസ്ഥിതിയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീഷേ വന്ന കമ്മ്യൂണിസ്റ്റ് ജാർഗൻസ് ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമിച്ചത്. ഈ ക്ലീഷേ വന്ന കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങളുണ്ടല്ലോ, ആദ്യഘട്ടം മുഴുവൻ ഈ യഥാർത്ഥത്തിലുള്ള ധനസ്ഥിതിയെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട്, ധനസ്ഥിതിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാചകങ്ങൾ കൊണ്ട് അതിനെ മറപിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി ചെയ്തത്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിനു മുമ്പ് വയനാട് പാക്കേജിന് 7600 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇടുക്കി പാക്കേജിന് 12150 കോടി രൂപ അനുവദിച്ചിരുന്നു. തീരദേശ പാക്കേജ് 12000 കോടി അനുവദിച്ചിരുന്നു. എവിടെ? ഒരു ചെലവുണ്ട്. പലതും 1% പോലും ചെലവാക്കാത്തതാണ് ഈ പ്രഖ്യാപിച്ചിട്ട്, 1% പോലും. എന്നിട്ട് വീണ്ടും വയനാട് പാക്കേജ്, അല്ലേ, കാസർഗോഡ് പാക്കേജ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഇതിലെ ഇടുക്കി പാക്കേജ്, ഇതിലൊന്നും 1 രൂപ പോലും ചെലവാക്കാത്ത പാക്കേജുകളാണ് പലതും. വയനാട് പാക്കേജൊക്കെ ഏകദേശം ഈ 7600 കോടി പ്രഖ്യാപിച്ചിട്ട് 49 കോടി രൂപയായിരുന്നു എക്സ്പെൻഡിച്ചർ. അപ്പം ഇതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ്. അതുപോലെ വിഭവ സമാഹരണത്തിന് വേണ്ടി നടത്തിയ നിർദ്ദേശങ്ങൾ 1067 കോടി രൂപയുടെ പുതിയ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണ നിർദ്ദേശങ്ങളാണ്. പുതിയ ടാക്സ് ഞങ്ങൾ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലൊരു വാചകം പറഞ്ഞു. ഇന്ധന നികുതി കൂട്ടിയാൽ ഇന്ധന നികുതി കൂടില്ല. അത് വളരെ തെറ്റായ തീരുമാനമാണ്. ഇന്ധന സെസ്, അല്ലേ, ഇന്ധന സെസ് 2% വർദ്ധിപ്പിച്ചപ്പോൾ ഇതേ ടേബിളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു, അതോടുകൂടി കേരളത്തിലെ ഇന്ധന ഉപഭോഗം കുറയും, ഡീസലിൻ്റെ പെട്രോളിൻ്റെ കൺസംഷൻ കുറഞ്ഞ് ഈ ടാക്സ് കൂട്ടിയതിൻ്റെ പ്രയോജനം കിട്ടാതെ പോകും എന്നൊരു വാചകം പറഞ്ഞു. അതിപ്പോൾ ശരിവെക്കപ്പെട്ടല്ലോ. കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു. ഇവർ കൂട്ടിയത് കിട്ടിയില്ല, സർക്കാരിന് കിട്ടിയില്ല. കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ കൂട്ടുമ്പോൾ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ഫ്യൂവലുമ തൊട്ടാൽ അപ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും. അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ആ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഒരു വശത്തുണ്ടായി, സർക്കാരിന് വിഭവ സമാഹരണം അതിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ 1076 കോടിയിൽ 50% പോലും പ്രായോഗികമായ നികുതി നിർദ്ദേശങ്ങളല്ല. അതിൽ കിട്ടാൻ പോകുന്നത് ഈ കോഫി ആക്ടിൽ വരുത്താൻ പോകുന്ന വ്യത്യാസം, അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ വരുത്തുന്ന അമെൻമെന്റ്, അങ്ങനെ കുറച്ച് കേസിലാണ് പണം കിട്ടുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഗുരുതരമായ ഒരു ആരോപണം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. വാറ്റിന്റെ കാലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. ഐസക്കിന്റെ കാലം മുതൽ പരാജയപ്പെട്ടു. ഇത് 3ാമത്തെയോ 4ാമത്തെയോ ആംനസ്റ്റി സ്കീമാണ് ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് വേണ്ടി. ഇതും പൂർണ്ണമായ പരാജയമായി മാറും. ഇതിനു മുൻപ് ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന എല്ലാ ആംനസ്റ്റി സ്കീമും പരാജയപ്പെട്ടു. ലക്ഷ്യത്തിന്റെ 4 നേടാൻ കഴിഞ്ഞില്ല കുടിശ്ശിക. ആ കുടിശ്ശിക
വാറ്റിൻ്റെ കാലത്തുണ്ടായ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലുണ്ടായ പാളിച്ച. ഞങ്ങൾ ഈ ഓരോ ആംനസ്റ്റി സ്കീമും പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പ്രാക്ടിക്കലല്ല, പ്രായോഗികമായ ആംനസ്റ്റി സ്കീമാണെങ്കിൽ ആളുകൾ കൊണ്ടുവരും. ഞാൻ പറയാം, 5 ലക്ഷം രൂപ കുടിശ്ശികയുള്ള ഒരാൾക്ക് 50 ലക്ഷം രൂപ തെറ്റായി അസസ്മെന്റ് നടത്തിയ അയാൾ ഈ സ്കീമിൽ അട്രാക്ട് ആവും. തെറ്റായി അസസ്മെന്റ് നടത്തിയിരിക്കുകയാണ് പല കേസും. നിങ്ങൾ 5 ലക്ഷം രൂപ ഒരു ബിസിനസ് നടത്തിയിട്ട് കൊടുക്കാനുണ്ട്, ഓക്കെ, നിങ്ങളത് ആംനസ്റ്റി സ്കീമൊക്കെ വരുമ്പോൾ പോയി ചെയ്യും. നിങ്ങളോട് പറയും അപ്പോൾ നിങ്ങൾക്ക് പലിശ വേണ്ട, ഒന്നും വേണ്ട, പലിശ ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള 5 ലക്ഷം കൊണ്ട് കൊടുക്കും. പക്ഷെ നിങ്ങൾ തെറ്റായി അസസ് ചെയ്ത് നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ 50 ലക്ഷം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പലിശ വേണ്ട എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കൊടുക്കാനുള്ള നിങ്ങൾ കൊണ്ട് 50 ലക്ഷം കൊടുക്കുക. സിമ്പിളാണ്, ലളിതമാണ്. ഇതൊക്കെ പല പ്രാവശ്യം പ്രതിപക്ഷത്തെ വിമർശിക്കുന്നുണ്ടല്ലോ. വളരെ ക്രിയേറ്റീവായി കൺസ്ട്രക്റ്റീവായി ഞങ്ങൾ ഈ നിർദ്ദേശങ്ങളെല്ലാം പല പ്രാവശ്യം നൽകി. ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കി 2020, 2022 വൈറ്റ് പേപ്പർ ഇറക്കി. ഈ 2 വൈറ്റ് പേപ്പറിലൂടെയും നേരിട്ടും നിയമസഭയിലും പ്രതിപക്ഷം പറഞ്ഞ ഉത്കണ്ഠകളെ, നിർദ്ദേശങ്ങളെ രാഷ്ട്രീയമായി കാറ്റിൽ പറത്തി അതിൻ്റെ അനുഭവമാണ് ഇന്ന് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബജറ്റിൽ എന്തു പ്രഖ്യാപിച്ചാലും ഇതിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാതായി മാറുന്നത്. ബജറ്റിന് യാതൊരുവിധ പവിത്രതയുമില്ല, വിശ്വാസ്യതയില്ല. നേരത്തെയുള്ള കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഈ പ്രഖ്യാപനങ്ങളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും നിങ്ങൾ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഈ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥവുമില്ല. ഇത് കുറേ കൂടി ഒരു പൊങ്ങച്ച പ്രകടനം കൂടി നടത്തിയിട്ടുണ്ട്. കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ്. നയാ പൈസ കയ്യിലില്ല സർക്കാരിൻ്റെ, നയാ പൈസ. ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ പോയി. കുഞ്ഞുങ്ങളുടെ ഉച്ച ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കയ്യടി ഏറ്റു. 8 കൊല്ലം മുമ്പാണ് കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ റേറ്റ് റിവൈസ് ചെയ്ത്. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ, നിങ്ങളുള്ളപ്പോൾ 8 കൊല്ലത്തിനിടയിൽ എത്ര വിലക്കയറ്റം, എത്ര പെർസെൻറ്റേജ് ഉണ്ടായി? 200% വിലക്കയറ്റം. HMമാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണ്. ആ പണം തന്നെ കൊടുത്തിട്ട് 5 മാസമായി. എന്നിട്ട് ഉച്ചഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ് കൈയടിക്കുകയാണ്. എന്തൊരു കാപട്യമാണ് നിങ്ങൾ ആലോചിക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റെഡിയാക്കുമെന്ന് പറയണം. ഇനി 5 മാസം, ഇപ്പം 6ാമത്തെ മാസത്തേക്ക് അടക്കുകയാണ്. 6 മാസത്തെ കുടിശ്ശികയാണ്. ഏത് കാലത്ത്, ആരുടെ കാലത്താണ് ഇത്രയും വലിയ കുടിശ്ശിക? മരുന്ന് മേടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ അളിക്കുകയാണ്. ഇതിപ്പോൾ ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ പത്രപ്രവർത്തകരുടെ പെൻഷനും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ജനുവരിയിൽ. അതിലേക്കും പോവുകയാണ്. ഇതാണ് യഥാർത്ഥ സ്ഥിതി സർക്കാരിൻ്റെ. പ്രതിപക്ഷ നേതാവ് ഇസ്രായേൽ പറഞ്ഞു, കൂടുതൽ പറയുന്നില്ല. അതായത് ഈ ബഡ്ജറ്റ് പ്രസംഗം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ബഡ്ജറ്റ് പ്രസംഗ വേളയിൽ വളരെ ലൈവ്ലി ആവുന്നതാണ്. വലിയ കയ്യടിയൊന്നും ഉണ്ടായിട്ടില്ല ഇത്തവണ. 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടായി എന്നേ ഉള്ളൂ. കാരണം പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രസംഗിച്ചാലും അത് നടക്കൂല, പറഞ്ഞാലും അത് നടക്കൂല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദയനീയമായ സാമ്പത്തിക സ്ഥിതിയിൽ ധനകാര്യമന്ത്രി വല്ല മറിമായും കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം വല്ല നീക്കം നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ്.